ഞാൻ ശ്രീ ജയചന്ദ്രനോടൊരു കാര്യം, ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തെ ഏത് തരത്തിലാണ് ബാധിക്കുക? അത് അവരെ പിടിച്ചുലയ്ക്കും വിധത്തിലേക്കാണോ സർക്കാർ ഇക്കാര്യത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോയിട്ടുള്ളത്? സർക്കാർ എത്രമാത്രം ജനങ്ങൾക്ക് മുമ്പിൽ, കാരണം പല രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ഈ രാഷ്ട്രീയ കാലത്തെ നിരന്തരം കൊണ്ടുപോകാനാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫൈനാലിറ്റി, കൺക്ലൂഷൻ പലപ്പോഴും അവരെ നിരാശപ്പെടുത്തിയതാണ്. പക്ഷേ ഈ വിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പുറത്ത് ഭരണപരമായ നടപടികളുടെ സവിശേഷത സർക്കാരിന് അവകാശപ്പെടാനുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഏത് തരത്തിലാവും ജനങ്ങൾ സ്വീകരിക്കുക, ജനങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക? ശ്രീ ജയചന്ദ്രൻ. സ്ഥലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും പറയുന്ന ഒരു 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 വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട്. അതിതാണ്: ഭരണത്തിന്റെ സ്വാദ് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണം. അദ്ദേഹം പതിവായി ആവർത്തിക്കുന്ന ഒരു വാചകമാണത്. ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിൽ ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയാണ്. ഭരണത്തിന്റെ സ്വാദ് എങ്ങനെയാണ് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു എത്രയോ നടപടികൾ. അതിന് ശ്രീ റോണി കെ ബേബി ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണല്ലോ അദ്ദേഹം ഉയർത്തിയത്. അതിനുള്ള എന്റെ പ്രതികരണം നിശ്ചയമായും അതെ എന്ന് തന്നെയാണ് ഞാൻ പറയുക. എന്തിനാണ്? ജനങ്ങളുടെ മാൻഡേറ്റിന് വേണ്ടിയിട്ടാണെന്നേ ഭരിക്കുന്നത്. അല്ല, ജനങ്ങളുടെ മാൻഡേറ്റ് വേണ്ടാത്തത് കൊണ്ടല്ലല്ലോ ഭരണത്തിൽ ഇറങ്ങുന്നത്. ഭരിക്കാൻ ഇറങ്ങി തുടർഭരണവും കൊടുത്തു. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നൽകുക എന്നുള്ള സർക്കാരിൽ അർപ്പിതമായ ചുമതല നന്നായി നിറവേറ്റിയിട്ടാണ് ഞങ്ങൾ അടുത്ത ജനവിധിക്കായി വരുന്നത് എന്നറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതെന്തിനും മറച്ചു വെക്കണം ശ്രീ റോണി കെ ബേബി? അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. അത് വളരെ വളരെ ഭംഗിയായിട്ടും സ്പഷ്ടമായിട്ടും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകത്തക്ക നിലയിലും ചെയ്യുന്നു എന്നതിലാണ് ഞാൻ കൂടുതൽ അതിനകത്ത് എന്നെ സംബന്ധിച്ചോളം തൃപ്തി വരുത്തുന്ന കാര്യം എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, താങ്കൾ പറഞ്ഞ നെല്ല് സമൃദ്ധ ഒരു പ്രശ്നം മാത്രം എനിക്കൊന്ന് വിശദീകരിക്കാനാണല്ലോ. അതെ, അതുകൊണ്ടാണ് എനിക്കത് വ്യക്തമായും കൃത്യമായും പറയാൻ കഴിയുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇന്ത്യയിലെമ്പാടും 1 കിലോ നെല്ലിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 23 രൂപ 20 പൈസയാണ്. അടിവരയിട്ടോളൂ ശ്രീ റോണി കെ ബേബി, 23 രൂപ 20 പൈസ ഓൾ ഓവർ ഇന്ത്യ പെർ കിലോഗ്രാം. പക്ഷെ കേരളത്തിൽ അത് 28 രൂപ 20 പൈസയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ SIB എന്നുള്ള സംവിധാനമുണ്ട്, സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ്. ഈ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് ആയിട്ട് ഇപ്പോ സർക്കാർ കൊടുത്തു വന്നിരുന്നത് 5 രൂപയാണ്. അത് ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത് ഉയർത്തി, അത് 6.80 ആക്കി. അപ്പൊ എത്രയായി? നെല്ലിന് കിലോയിന് വില 30 രൂപയായി. ഒരു ക്വിന്റലിന് 3000 രൂപയായി. ഇന്ത്യയിൽ എവിടെയും ഇല്ല. അപ്പോ നേരത്തെ ഈ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ, സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കൊടുക്കുമ്പോൾ CSIP എന്നുള്ള സംഗതിയുണ്ട്, കാർഷിക വില നിർണയ കമ്മീഷൻ. അതും അവരുടെയിലാണ്, കേന്ദ്രത്തിന്റെ ഭക്ഷ്യ വകുപ്പിന്റെ കയ്യിലാണ്. അവർ പറയുകയാണ്, നിങ്ങൾ ഇതിനെ കൊടുക്കുന്നത് ശരിയല്ല കേട്ടോ, കാരണം മറ്റു സംസ്ഥാനക്കാർ കേരളത്തിലേക്ക് നെല്ല് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നിട്ട് കേരളത്തിലെ നെല്ലാണെന്ന് പറഞ്ഞ് കൊടുത്ത് ലാഭം തട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ഇല്ലാതാക്കണം. അപ്പൊ പിണറായി വിജയൻ കൃത്യമായ മറുപടി പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കർഷകർക്ക് പരമാവധി വില കൊടുക്കണം. 28 രൂപ 20 പൈസ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങൾ അതിൽ നിന്ന് മാറില്ല, കൂട്ടുകയല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ കുറയ്ക്കാം, പക്ഷെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരൂ. അങ്ങനെയാണ് 1940 നിന്ന് കൂട്ടി ഇപ്പൊ 23-20 ആക്കിയത് കേന്ദ്ര സർക്കാർ. അപ്പോൾ നമ്മൾ പടിപടിയായി കുറച്ച് 7 നിന്ന് 6.80 കുറച്ച് 5 ആക്കി, 28-20 ആക്കി. ഇത്തവണ ഇന്നത് കൂട്ടി 30 ആക്കി. അതാണ് വസ്തുത. ഈ വസ്തുത ഇന്ത്യയിൽ എവിടെയും ശ്രീ റോണി കെ ബേബി നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ കഴിയില്ല. ഇത് വസ്തുതകളാണ്, അടിസ്ഥാനപരമായ കണക്കാണ്. ഇത് എവിടെയാണ് ഇതിന്റെ അകത്ത് തെറ്റും കുറ്റവും പറയാൻ? അതിൽ തന്നെ കേന്ദ്രം നൽകേണ്ട ഭീമമായ അവരുടെ പോർഷൻ ഉണ്ടല്ലോ, കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് മാസങ്ങളായി കാലങ്ങളായി കുടിശ്ശികയാണോ? അതുകൂടി ഇത്രയും പറഞ്ഞതുകൊണ്ട് വളരെ ക്യുക്കായിട്ട് ചുരുക്കി. അത് പറയുമ്പോ 100% സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ് നെല്ല് സംഭരണ പദ്ധതി എന്ന് പറയുന്നത്. 100% സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ്. പക്ഷെ ഇവിടെ പൈസ കൊടുക്കുന്ന ആരാണ്? ഈ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്ത് കർഷകർക്ക് കൊടുക്കുന്നു. കർഷകരുടെ വായ്പ പലിശ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കുന്നു.
ഇതാണ് ചെയ്യുന്നത്. Yes, നേരത്തെ അതൊന്നും പറയുന്നില്ല. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പുതിയ പദ്ധതികളിലെല്ലാം കൂടെ 30,000-ഓളം കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മറ്റേ PM ശ്രീയുടെ കാര്യത്തിൽ 1,466 കോടി രൂപ SSKക്ക് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ PM ശ്രീ ആയിട്ട് അലയൻസിന് തയ്യാറാവേണ്ടി വന്നത്. ശരി, വേണ്ടാന്നേ, ഓക്കെ, അങ്ങനെ തർക്കമുണ്ടെങ്കിൽ വേണ്ടെന്ന്. പക്ഷെ അപ്പോഴും 30,000 കോടി രൂപയുടെ മറ്റത് ഫ്രീസ് ചെയ്തിട്ട് 30,000 കോടി രൂപയുടെ പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നുള്ളത് മറക്കാൻ കഴിയില്ലല്ലോ. റോണി, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ അനുഭവിപ്പിക്കുകയാണ്.